അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമളാനിന്റെ ഓരോ ദിനങ്ങളും നമ്മിൽ നിന്ന് വിടവാങ്ങുന്ന സന്ദർഭത്തിലാണ് നാം ഉള്ളത്. റമളാനിൽ ഏറ്റവും കൂടുതൽ നാം പ്രാധാന്യം നൽകേണ്ടത് പ്രാർത്ഥനയ്ക്കാണ്. വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ നാം സമയം കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചു, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുലിഹീൻ. നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന്. നമ്മളൊരു കാര്യം തന്നെ ഒരു വ്യക്തിയോട്, ഒരു മനുഷ്യനോട് നിരന്തരമായി ചോദിക്കുന്നത്, ആവശ്യപ്പെടുന്നത്, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കതൊരു പ്രയാസമായിരിക്കും. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റബ്ബിനോട് നിരന്തരമായി ചോദിച്ച കാര്യം തന്നെ ആവർത്തിച്ചു ചോദിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി റബ്ബിനോട് നമ്മുടെ ഇഹലോകത്തെയും പരലോകത്തെയും കാര്യങ്ങൾ ചോദിക്കാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. നമുക്ക് ഈ ലോകത്ത് മാത്രം കഴിഞ്ഞുകൂടിയാൽ പോരാ, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണക്ക് നിൽക്കേണ്ട ആളുകളാണ് നാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി വെച്ച സ്വർഗം ലഭിക്കണമെന്ന അതിയായ ആഗ്രഹമുള്ള ആളുകളാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഈ ലോകത്തെ നമ്മുടെ കാര്യങ്ങളും പരലോകത്ത് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളും റബ്ബിനോട് വളരെ ആത്മാർത്ഥമായി നാം റബ്ബിനോട് ചോദിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചു, ചില പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരിക്കലും തട്ടിമാറ്റാൻ കഴിയില്ല എന്നതാണ്. ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചു. അതിലൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു, സലാസു ദഅവാത്തിൻ മുസ്തജാബാത്തുൻ. മൂന്ന് പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും. ലാ ശക്ക ഫീഹിന്ന, അതിൽ യാതൊരു സംശയവുമില്ല. അതിലൊന്ന് ദഅവത്തുൽ വാലിദി, ഒരു പിതാവിന്റെ പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മളൊക്കെ പിതാക്കളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കേൾക്കുമെന്നാണ്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഏറ്റവും വലിയ നഷ്ടം ആ മാതാപിതാക്കളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുന്നില്ല എന്നതാണ്. ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുന്നു എന്നതാണ്. അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, മക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കേൾക്കുമെന്നാണ്. മറ്റൊന്ന് ദഅവത്തുൽ മുസാഫിരി, യാത്രക്കാരന്റെ പ്രാർത്ഥന അല്ലാഹു കേൾക്കും. നമ്മളൊക്കെ ദീർഘദൂരം യാത്ര ചെയ്യുമ്പോൾ യാത്രക്കാരൻ എന്ന നിലയ്ക്ക് ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ക്ഷീണം ഇതൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരും. ആ സമയത്ത് നമ്മൾ റബ്ബിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുമെന്നാണ്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വസ്വാഇമു ഹത്താ യുഫ്തിറ, നോമ്പനുഷ്ഠിച്ച ഒരു മനുഷ്യൻ നോമ്പ് തുറക്കുന്നതുവരെ, അപ്പൊ നോമ്പനുഷ്ഠിച്ച ഒരാൾ നോമ്പ് തുറക്കുന്നതുവരെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുമെന്നാണ്. അപ്പൊ നമ്മൾ വ്രതമനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നിരന്തരമായി നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള സന്ദർഭങ്ങളിലാണ് റബ്ബിനോട് കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. നോമ്പ് തുറക്കുന്ന സന്ദർഭമൊക്കെ ഉണ്ടല്ലോ, തുറക്കുന്ന അവസാനത്തെ ഒരു 10, 15, 20 മിനിറ്റ് ഒക്കെ നമുക്ക് തിരക്കുകൾ ഉണ്ടാകും. നമ്മുടെ ഭൗതികമായ വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ നമുക്ക് നടത്താം. എന്നാൽ അതോടുകൂടെ തന്നെ അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ, അല്ലാഹുവേ നീയാണല്ലോ വിട്ടുവീഴ്ച ചെയ്യുന്നവൻ, അല്ലാഹുവേ നീയാണല്ലോ പുറത്തു തരുന്നവൻ, തുഹിബ്ബുൽ അഫ്വ, പുറത്തു തരുന്നതിനെ, വിട്ടുവീഴ്ചയെ നീ ഇഷ്ടപ്പെടുന്നു, ഫഅഫു അന്നി, അല്ലാഹുവേ എനിക്ക് നീ എന്റെ പാപങ്ങൾ നീ പുറത്തു തരണം റബ്ബേ, വിട്ടുവീഴ്ച ചെയ്ത് തരണം റബ്ബേ എന്ന് നമുക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാം.
അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ആഗ്രഹങ്ങൾ റബ്ബിനോട് നമുക്ക് ചോദിക്കാം. നോമ്പ് തുറക്കുന്നത് വരെയുള്ള ആ പ്രാർത്ഥന. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അല്ലാഹു കേൾക്കുമെന്നാണ്. ദുർബലനായ ഒരു മനുഷ്യനെ ഒരിക്കലും നമ്മൾ ആക്രമിക്കാൻ പാടില്ല. വാക്കുകൊണ്ട്, നോക്കുകൊണ്ട്, അയാളുടെ ദുർബലത ചൂഷണം ചെയ്തുകൊണ്ട്, സാമ്പത്തികമായി അയാളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരിക്കലും ഒരു ദുർബലനായ ഒരാളെ നമ്മൾ ചൂഷണം ചെയ്യാൻ പാടില്ല. അയാളെങ്ങാനും നമുക്കെതിരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന അല്ലാഹു കേൾക്കുമെന്നാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദുർബല വിഭാഗങ്ങൾ കഴിഞ്ഞുകൂടുന്നുണ്ട്. ഫലസ്തീൻ ജനത ദുർബലരായിക്കൊണ്ടാണ് ഈ സമയവും കഴിഞ്ഞുകൂടുന്നത്. അവർക്ക് വീടില്ല, അവർക്ക് നാടില്ല, അവർക്കൊന്നുമില്ല. നമ്മളൊക്കെ സാധാരണ പറയും കഴിഞ്ഞ റമദാനിൽ ജീവിച്ചിരുന്ന എത്ര ആളുകൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന്. അവർ എങ്ങനെയായിരിക്കും പറയേണ്ടി വരിക? അവർ പറയേണ്ടി വരും കഴിഞ്ഞ റമദാനിൽ ജീവിച്ചിരുന്ന 35,000-ഓളം ആളുകൾ ഈ റമദാനിൽ ജീവിച്ചിരിക്കുന്നില്ല എന്നവർ പറയേണ്ടി വരും. അത്ര ദുർബലരാണ് അവര്. കിടന്നുറങ്ങുന്ന സമയത്ത് മക്കളുടെ കയ്യിലും കാലിലും ഒക്കെ പേരെഴുതി വെക്കുകയാണ്. അതെന്താ? നേരം വെളുക്കുമ്പോ ഒരു കൈ കിട്ടിയാൽ, ഒരു കാല് കിട്ടിയാൽ, ഒരു കാലിന്റെ പാദം കിട്ടിയാൽ, ഒരു കയ്യിന്റെ പാദം കിട്ടിക്കഴിഞ്ഞാൽ അത് എന്റെ മകനാണോ എന്റെ മകളാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് അവര് പേരെഴുതി കഴിയുന്നത്. അല്ലാഹു ആ ജനവിഭാഗത്തിന്റെ പ്രാർത്ഥന അല്ലാഹു കേൾക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രാർത്ഥന അല്ലാഹു കേൾക്കും. ഒരു തലമുറക്ക് അവർക്ക് സുഖവും സ്വസ്ഥതയും സമാധാനവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അപ്പോൾ ആക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥന സൂക്ഷിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തുഹമ്മലു അലൽ ഗമാം, അത് മേഘത്തിന്മേൽ ഇങ്ങനെ വഹിക്കപ്പെടുകയാണ് അവരുടെ പ്രാർത്ഥന. വതുഫത്തഹു ലഹാ അബ്വാബസ് സമാ, ആകാശ കവാടങ്ങൾ അവരുടെ പ്രാർത്ഥന മൂലം തുറക്കപ്പെടും. വയഖൂലു റബ്ബു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും വഇസ്സതി, എന്റെ പ്രതാപത്തിൽപ്പെട്ടതാണ്, ല അൻസുറന്നക വലൗ ബഅദ ഹീൻ, കുറച്ച് സമയം കഴിഞ്ഞിട്ടാണെങ്കിലും ല അൻസുറന്നക. അത് അറബി ഭാഷയിൽ ഒരു പ്രയോഗമാണ്. ല എന്നത് സത്യത്തിന്റേതാണ്, അവസാനത്തെ നൂന് അത് സത്യത്തിന്റേതാണ്. ഖസമിന്റെ ലാമ്, ഖസമിന്റെ നൂന് എന്നൊക്കെയാണ് പറയാ. ല അൻസുറന്നക, നിങ്ങളെ ഞാൻ സഹായിക്കുക തന്നെ ചെയ്യും. വലൗ ബഅദ ഹീൻ, കുറച്ച് സമയം കഴിഞ്ഞിട്ടാണെങ്കിലും. ഈ പ്രാർത്ഥനകളൊക്കെ നോമ്പുകാരന്റെ പ്രാർത്ഥന, യാത്രക്കാരന്റെ പ്രാർത്ഥന, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന, ഈ പ്രാർത്ഥനക്കൊക്കെ വളരെ പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുമെന്നാണ്. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ഈ റമളാനിന്റെ പകൽ സമയങ്ങളിൽ വിശുദ്ധ ഖുർആൻ പാരായണത്തിന് നാം എത്ര പ്രാധാന്യം നൽകുന്നുണ്ടോ അതുപോലെ വളരെ ഇഖ്ലാസോടുകൂടി വളരെ ആത്മാർത്ഥമായി രണ്ട് കൈകളും അല്ലാഹുവിലേക്ക് ഉയർത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. നമ്മുടെ നമസ്കാരത്തിലൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ റബ്ബിനോട് പറയുന്നുണ്ട്. അതിന്റെ ആശയമൊക്കെ നമ്മൾ പഠിക്കണം. അതിന്റെയൊക്കെ ആശയങ്ങളുള്ള പുസ്തകങ്ങൾ ഉണ്ടാകും. നമ്മൾ തക്ബീർ കെട്ടിയത് മുതൽ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖത്വായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബി. അവിടുന്ന് തന്നെ പ്രാർത്ഥന തുടങ്ങുന്നത് വജ്ഹതു പ്രാർത്ഥനയാണ്. സുബ്ഹാന റബ്ബിയൽ അസീം എന്നത് പ്രാർത്ഥനയാണ്. സുബ്ഹാന റബ്ബിയൽ അഅല എന്നത് പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ അഗ്ഫിർലി വറഹ്മനി വജ്ബുർനി വഹ്ദിനി വആഫിനി വർസുഖ്നി, ഇതൊക്കെ പ്രാർത്ഥനയാണ്. പക്ഷെ നമ്മൾ അതിന്റെ അർത്ഥം നമ്മൾ പഠിക്കണം. അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണം റബ്ബേ, പടച്ചവനെ എന്നോട് നീ കരുണ കാണിക്കണം റബ്ബേ, അല്ലാഹുവേ എന്നെ നീ സന്മാർഗത്തിലാക്കണം റബ്ബേ, അല്ലാഹുവേ എന്റെ ശരീരത്തിന് നീ സൗഖ്യം നൽകണം റബ്ബേ, എനിക്ക് നീ വിട്ടുവീഴ്ച ചെയ്തു തരണം റബ്ബേ, അല്ലാഹുവേ എനിക്കും എന്റെ മക്കൾക്കും വേണ്ട ഉപജീവനം എനിക്ക് നീ നൽകണം റബ്ബേ. ഇതൊക്കെ നമ്മളും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അതൊക്കെ നമ്മൾ മനസ്സറിഞ്ഞ് നമസ്കാരത്തിലും അല്ലാത്ത സമയങ്ങളിലും വളരെ ആത്മാർത്ഥമായി റമളാനിന്റെ പകൽ സമയങ്ങളിലും രാത്രി സമയങ്ങളിലും ഒക്കെ പ്രാർത്ഥിക്കാൻ നാം സമയം കണ്ടെത്തണം. പ്രവാചകൻ സൂചിപ്പിച്ചു അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, പ്രാർത്ഥന വിശ്വാസിയുടെ ആയുധമാണ്. പ്രാർത്ഥന വിശ്വാസിയുടെ ആയുധമാണ്. വിധിയെ തട്ടിമാറ്റാൻ ലോകത്താകെ കഴിയുന്നത് പ്രാർത്ഥനക്ക് മാത്രമാണ്. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ എഴുതി വെച്ച ഒരു തിന്മയുണ്ടെങ്കിൽ ആ തിന്മയെ
തട്ടിമാറ്റാൻ പ്രാർത്ഥനയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അദ്ദുആഉ യറുദ്ദുൽ ഖളാ, പ്രാർത്ഥന വിധിയെ തട്ടിമാറ്റും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. വളരെ ആത്മാർത്ഥമായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാകാൻ ഈ വിശുദ്ധ റമളാനിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.